എഞ്ചിന്റെ ബ്ലോക്ക് ചെയിൻ എനേബിൾ ചെയ്യാണ് ക്രോസ് ചെയിൻ സ്റ്റേബിൾ കോയിൻ ട്രാൻസ്ഫർ. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ടാണ്. ഹൈപ്പർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടി ചെയിൻ ബ്രിഡ്ജ് ആണ്, മനസ്സിലായി? അത് എതേറിയം എഞ്ചിൻ BNB ചെയിൻ ഇവരൊക്കെ ആയിട്ട് ലിങ്ക് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആസറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം ഇവരുടെ ഇടയിൽ, മീൻസ് ടോക്കൺസ് ഒക്കെ. ഇതാണ് ഹൈപ്പർ ബ്രിഡ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൈപ്പർ ബ്രിഡ്ജിന്റെ ടെസ്റ്റ് നെറ്റ് ഇപ്പൊ ലൈവ് ആണ്, മനസ്സിലായ? ഈ ക്രോസ് ചെയിൻ സ്റ്റേബിൾ കോയിൻ ട്രാൻസ്ഫറിന്റെ അപ്ഗ്രേഡിന് യൂസ് ചെയ്യണത് മൾട്ടി ടോക്കൺ ബാലറ്റ് ആണ്. ഈ മൾട്ടി ടോക്കൺ ബാലറ്റ് ഉപയോഗിച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യണതും ട്രാൻസ്ഫർ ചെയ്യണതും ടോക്കൺസ് ഒക്കെ, ഇൻക്ലൂഡിങ് സ്റ്റേബിൾ കോയിൻസ്, മനസ്സിലായോ? ഈ മൾട്ടി ടോക്കൺ പാലറ്റ് അല്ലെങ്കിൽ പാലറ്റ് പാർട്ടാണ് എഞ്ചിന്റെ സബ്സ്ട്രേറ്റ് ബേസ്ഡ് ബ്ലോക്ക് ചെയിൻ ആർക്കിടെക്ചറിന്റെ. ഈ സബ്സ്ട്രേറ്റ് ബേസ്ഡ് ബ്ലോക്ക് ചെയിൻ ആർക്കിടെക്ചർ അണ്ടർപിൻ ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഞ്ചിന്റെ മാർക്കറ്റ് പ്ലേസ്, API SDK ആക്സസ്, പിന്നെ NFT മിന്റിങ്ങും ഉണ്ട്, മനസ്സിലായ? പിന്നെ ഇതിന്റെ പ്രോസസ് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. മീൻസ് എങ്ങനെ ഈ സ്റ്റേബിൾ കോയിൻസ് എതേറിയത്തിൽ നിന്ന് എഞ്ചിനിലേക്ക് മാറ്റാണ്. ഇത്രേ ഉള്ളൂ. നമ്മൾ USDT സ്റ്റേക്ക് ആണെങ്കിൽ എവിടെ, എതേറിയത്തിലോ BNB ചെയിനിലോ സ്റ്റേക്ക് ചെയ്യുമ്പോൾ ഈ ഹൈപ്പർ ലെഡ്ജർ വന്നിട്ട് കൺഫേം ചെയ്യും ആക്ഷൻ, എന്നിട്ട് മാച്ചിങ് സ്റ്റേബിൾ കോയിൻ ക്രിയേറ്റ് ചെയ്യും. അതിന്റെ പേരാണ് മൾട്ടി ടോക്കൺ. അത് എഞ്ചിൻസ് ബ്ലോക്ക് ചെയിനിലേക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഒറിജിനൽ ആയിട്ടുള്ള സ്റ്റേബിൾ കോയിൻസ് ഈ ഹൈപ്പർ ലെഡ്ജർ വോൾട്ടിൽ എടുത്ത് വയ്ക്കും, മനസ്സിലായ? അത് അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേബിൾ കോയിൻസ്, ഒറിജിനൽ സ്റ്റേബിൾ കോയിൻസ് യൂസർ ഡയറക്റ്റഡ് ഡീസെൻട്രലൈസ്ഡ് മാനറിൽ എടുത്ത് വയ്ക്കുന്ന പറയാം. ഈ ടോക്കൺസ് ഇങ്ങനെയാണ് ഈ എഞ്ചിന്റെ ബ്ലോക്ക് ചെയിന്റെ മുകളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഈ ടോക്കൺസ് വേണമെങ്കിൽ പല കാര്യത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എഞ്ചിന്റെ മാർക്കറ്റ് പ്ലേസ്. പിന്നെ ഈ സിസ്റ്റം ചെക്ക് ചെയ്യും സ്റ്റേബിൾ കോയിൻസ് വോൾട്ടിലും പിന്നെ സ്റ്റേബിൾ കോയിൻസ് ബ്ലോക്ക് ചെയിനിലും 1:1 റേഷ്യോയിലാണ്, മീൻസ് സെയിം ആണ് ബേസിക്കലി. പിന്നെ നമുക്ക് തിരിച്ച് നമ്മുടെ ഒറിജിനൽ ടോക്കൺ തിരിച്ചു വാങ്ങണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ മൾട്ടി ടോക്കൺസ് കത്തിച്ച് കളയണം. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് സ്റ്റേക്ക് ചെയ്തതിന് തുല്യമായിട്ടുള്ള മൾട്ടി ടോക്കൺസ് എഞ്ചിൻ ബ്ലോക്ക് ചെയിനിൽ ഉണ്ടാവണം, മനസ്സിലായ? അപ്പൊ ഈ തുല്യമായിട്ടുള്ള മൾട്ടി ടോക്കൺസ് കത്തിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് നമ്മളുടെ ഒറിജിനൽ ആയിട്ടുള്ള സ്റ്റേബിൾ കോയിൻസ് എടുക്കാം അതിന്റെ റെസ്പെക്റ്റീവ് ബ്ലോക്ക് ചെയിനിൽ നിന്ന്, മനസ്സിലായി? അതെറിയാണ് BNB ആണ് തന്നെ. എന്തിനീ മൾട്ടി ടോക്കൺസ് എഞ്ചിന്റെ ബ്ലോക്ക് ചെയിനിൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളുണ്ടാവും, യൂസ് കേസസ് ഉണ്ടാവും. അതിന് എഞ്ചിൻ ഇക്കോസിസ്റ്റം വലുതാണ്, കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, പിന്നെ മാർക്കറ്റ് പ്ലേസുകളൊക്കെ ഉണ്ട്. അതിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ മീൻസ് അതിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം NFT മിന്റ് ചെയ്യുക അങ്ങനെയൊക്കെ ഇല്ലേ. ഗെയിംസുകളിലൊക്കെ സ്റ്റേബിൾ കോയിൻസ് ഉപയോഗിച്ചോളാം. പിന്നെ ഈ ഗെയിംസിലൊക്കെ ഇന്റഗ്രേറ്റഡ് ആയിരിക്കും തോന്നുന്നുണ്ട്. നമുക്ക് ഗെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേബിൾ കോയിൻ ഇപ്പൊ USDT നിന്ന് മൾട്ടി ടോക്കൺസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ബേസിക്കലി ഈ ഹൈപ്പർ ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട്. ഇപ്പൊ ടെസ്റ്റ് നെറ്റിലാണ്, ഇനി മെയിൻ നെറ്റിലേക്ക് കിടക്കും കുറച്ച് കഴിഞ്ഞാൽ. എന്തായാലും ശരി, ഇതാണ് പറഞ്ഞു വരുന്നത്. ഈ ഹൈപ്പർ ബ്രിഡ്ജിന് ടെസ്റ്റ് നെറ്റിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? ഈ ഹൈപ്പർ ബ്രിഡ്ജ് ടെസ്റ്റ് നെറ്റിന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഞ്ചിന്റെ ബ്ലോക്ക് ചെയിന് മേജർ അഡോപ്ഷൻ, മീൻസ് വലിയൊരു അഡോപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് കാരണമാണ് എതേറിയം BNB ആയിട്ടൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, മനസ്സിലായത്? ഒരു മൾട്ടി ചെയിൻ ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്യണത്. അപ്പൊ അവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ പിടിച്ചു കൊടുക്കും ബേസിക്കലി, മനസ്സിലായി? ഈ എതേറിയം BNB ഒരു വലിയ പ്ലെയർ ആണ് ബ്ലോക്ക് ചെയിൻ ഇൻഡസ്ട്രിയിൽ, മനസ്സിലായ? ഈ ഹൈപ്പർ ബ്രിഡ്ജ് ടെസ്റ്റ് നെറ്റിന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഞ്ചിന്റെ ബ്ലോക്ക് ചെയിന് ഒരു വലിയ അഡോപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു മേജർ അഡോപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പുഷാണ് ബേസിക്കലി ഈ മൾട്ടി ചെയിൻ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഹൈപ്പർ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് ലിങ്ക് ചെയ്യാണ് എതേറിയം BNB ആയിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എതേറിയത്തിനും BNBയുടെ ലോകം ഒരു വലിയ ലോകമാണ്. അവിടുത്തെ ലിക്വിഡിറ്റി അല്ലെങ്കിൽ പോർഷൻ ഓഫ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ആക്ടിവിറ്റി എഞ്ചിനിലേക്ക് വരാണെങ്കിൽ അല്ലെങ്കിൽ എഞ്ചിൻ ബ്ലോക്ക് ചെയിനിലേക്ക് വരാണെങ്കിൽ തന്നെ അവർ വിജയിച്ചെന്ന് തന്നെ പറയും, അല്ലെ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ എഞ്ചിൻ എന്ന് പറഞ്ഞ ബ്ലോക്ക് ചെയിൻ 2023 ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. മീൻസ് ആ ബ്ലോക്ക് ചെയിന്റെ ക്രിയേഷൻ ബേസിക്കലി അത് ഒരു കസ്റ്റം നെറ്റ്വർക്ക് ബിൽഡ് ആണ്. അത് പോക്കഡോട്ട് സബ്സ്ട്രേറ്റ് ഫ്രെയിംവർക്കിന്റെ മുകളിലാണ് അത് ബിൽഡ് ചെയ്തേക്കുന്നത്. 2023 ഡിസംബറിൽ ഏകദേശം 200 മില്യൺ NFT ആണ് മെയിൻ നെറ്റിലേക്ക് അല്ലെങ്കിൽ അതിന്റെ എതേറിയം അല്ലെങ്കിൽ എഞ്ചിൻ ബ്ലോക്ക് ചെയിനിലേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉദ്ദേശത്തുള്ളൂ അതിന്റെ നെറ്റ്വർക്കിന്റെ യൂസേജ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി അധികം മൈഗ്രേഷൻ നടത്തി, മനസ്സിലായി? ഈ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഈ 200 മില്യൺ NFT എഞ്ചിൻ ബ്ലോക്ക് ചെയിനിലേക്ക് മാറ്റുന്നതിന്റെ ഉദ്ദേശവും എന്തിട്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് എഞ്ചിൻ വാലിറ്റി ഉപയോഗിച്ചിട്ട് അവരുടെ ആസറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും എഞ്ചിൻ ബ്ലോക്ക് ചെയിനിൽ, അത്രേ ഉള്ളൂ, മനസ്സിലായോ? ഇതാണ് ഇവിടെ പറ്റണത്. പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ട് ഈ എഞ്ചിൻ വാലറ്റും പിന്നെ എഞ്ചിൻ ബ്ലോക്ക് ചെയിൻ യൂട്ടിലൈസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പണ്ട് ഞാൻ മൈൻക്രാഫ്റ്റ് കളിച്ചിരുന്നു. ഞാൻ കളിക്കാൻ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RWA ബേസിലാണ്, റിയൽ വേൾഡ് അസറ്റ്സ്.
റിയൽ വേൾഡ് ആസറ്റ്സ് അല്ല, മീൻസ് ഇൻ ഗെയിം ആസറ്റ്സ്. അതിലെന്ന് പറഞ്ഞാൽ കുറെ പീസ് ഓഫ് ലാൻഡ് പ്ലോട്ടൊക്കെ അതൊക്കെ നമുക്ക് NFT ആക്കി മാറ്റിയിട്ട് നമുക്ക് എടുത്തു വെക്കാൻ പറ്റും, വെപ്പണൊക്കെ. എന്നിട്ട് നമുക്ക് വേറെ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. ഒരു ജീവിതം തന്നെ അതിൽ ജീവിക്കാൻ പറ്റും. പക്ഷെ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ല ഗെയിം, അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് കെട്ടുപോയി തോന്നുന്ന ഗെയിം. പക്ഷെ വേറെ ഗെയിം വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, GTA ആയിരുന്നു. GTA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് GTA കളിക്കുമ്പോൾ GTA 5 കളിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ തോക്ക് വാങ്ങുമ്പോഴൊക്കെ അതൊക്കെ NFT ആക്കി മാറ്റാം. പിന്നെ ലാൻഡ് വാങ്ങാം, പിന്നെ നമുക്ക് സാലറിയിൽ ജോലി ചെയ്യാം, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാം, അങ്ങനെയൊക്കെ ഇല്ലേ. അതൊക്കെ നമുക്ക് ടോക്കണൈസ് ചെയ്യാനും പറ്റും. ടോക്കണൈസേഷൻ അല്ല, NFT ആക്കി മാറ്റാം. NFT ആക്കി മാറ്റിയിട്ട് നമുക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാം, വിൽക്കാം. എന്നിട്ട് നമുക്ക് വേറെ ആൾക്കാർ നമ്മുടെ ഇടയിൽ പണിയെടുപ്പിക്കുക, അങ്ങനെയൊക്കെ ഇല്ലേ. പക്ഷെ ഇതൊക്കെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാശൊക്കെ റിയൽ വേൾഡിലേക്ക് മാറ്റാൻ പറ്റുന്നതാണ് അവർ പറഞ്ഞത്. അതാണ് അതിന്റെ രസം, മനസ്സിലായത്? അതായത് അതിന്റെ ഭംഗി ആ ഗെയിമിന്റെ, മനസ്സിലായത്? അപ്പൊ അത് എത്ര കണ്ട് ഫ്യൂഷനിൽ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ലേ, ഞാൻ പിന്നീട് നോക്കിയില്ലേ. ഞാനത് നിർത്തി ഗെയിം. എന്നിട്ട് ഞാൻ ചില്ല് ചെയ്തു. ബേസിക്കലി ഞാൻ വേറെ വഴിക്ക് പോയി. എന്നിട്ട് ഞാൻ പിന്നീട് എഞ്ചിൻ ബ്ലോക്ക് ചെയിനോ എഞ്ചിൻ വാലറ്റിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടില്ല. പിന്നെ മീൻസ് അതിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് വീണ്ടും ന്യൂസ് ഒക്കെ കേൾക്കുന്നത് എഞ്ചിനെ കുറിച്ച്. എന്തായാലും ശരി, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. പിന്നെ എഞ്ചിൻ ഇപ്പൊ കുറച്ചുകൂടി ബെറ്റർ ആയി വരുന്നത് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അറിയില്ല എത്ര കണ്ട ഒരു മെയിൻ സ്ട്രീം ആവുന്നു. പിന്നെ അങ്ങനത്തെ ഗെയിമുകളൊക്കെ ഉണ്ടാവുമെന്നില്ല. GTA 5 പണ്ട് പറഞ്ഞ പോലെ മീൻസ് ഇൻ ഗെയിം ആസറ്റ്സ് ഒക്കെ ഇല്ലേ, മീൻസ് NFT ഒക്കെ വെച്ചിട്ട് നമുക്ക് സ്ഥലം വാങ്ങാം, തോക്ക് വാങ്ങാൻ പറ്റുന്നതൊക്കെ, അതൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ അതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് അടിക്കാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.